എത്ര കൂട്ടം വിഭവങ്ങൾ, എന്താണ് പ്രത്യേകം? 12 കൂട്ടം വിഭവങ്ങൾ, പരിപ്പ് പ്രഥമനോട് കൂടിയ 12 കൂട്ടം വിഭവങ്ങൾ. അത് തീർച്ചയായിട്ടും തൃക്കാക്കരപ്പൻ്റെ അടുത്താകുമ്പോൾ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ലല്ലോ ഓണക്കാലത്ത്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്രാട സദ്യ തയ്യാറായി കഴിഞ്ഞു. വളരെ വിഖ്യാതമാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമാണ് ഇന്ന് ഇവിടുത്തെ ഉത്രാട സദ്യ ഉണ്ണാൻ വരുന്നത്. പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇവിടെ ഇന്ന് സദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേക പായസം അവസാനവട്ടം അല്ലേ? പരിപ്പ് പ്രധാനമാണ്. അത് തേങ്ങാപ്പാൽ ചേർത്തോണ്ടിരിക്കുക. ഇതിന്റെ ബാക്കിയെല്ലാം തന്നെ പൂർത്തിയായി. അതെല്ലാം പൂർത്തിയാക്കി. ഇനി 2 വാർപ്പ് പായസം തീരാണ്ട്, ബാക്കിയെല്ലാം പൂർത്തിയായി. പായസം തിരുമേനിയുടെ അവസാന കൂട്ടം, ലാസ്റ്റാണ്. ഇത് എത്ര കൂട്ടം വിഭവങ്ങൾ, എന്താണ് പ്രത്യേകം? 12 കൂട്ടം വിഭവങ്ങൾ, പരിപ്പ് പ്രഥമനോട് കൂടിയ 12 കൂട്ടം വിഭവങ്ങൾ. പ്രത്യേകത ഉത്രാട സദ്യയാണെന്ന് തന്നെ. ഭഗവാന്റെ ഉത്രാട സദ്യ അല്ലേ? ഇതിന്റെ ഒരു പ്രാധാന്യം മറ്റ് സദ്യകളിൽ നിന്ന് വിഭിന്നമായി അതിനൊരു പ്രാധാന്യം. അത് തീർച്ചയായിട്ടും തൃക്കാക്കരപ്പൻ്റെ അടുത്താകുമ്പോൾ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ലല്ലോ ഓണക്കാലത്ത്. പഴയിടൻ മോഹൻ നമ്പൂതിരിയാണ് സദ്യ ഒരുക്കുന്നത്. ഇന്ന് ഏതാണ്ട് 10,000-ലധികം എന്നിവർ പറയുമ്പോഴും 15,000-ഓളം പേർ വന്ന് കഴിക്കുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. നാളെ തിരുവോണത്തിന് 20,000-ലധികം പേർക്കുള്ള ഓണസദ്യയും ഇവിടെയുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ഉത്രാട സദ്യ ആരംഭിക്കും. ആ സദ്യയ്ക്ക് മുന്നോടിയായി ചെറിയൊരു ചടങ്ങ് കൂടിയുണ്ട്. ആ ചടങ്ങ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സദ്യ വിളമ്പുന്നതിനും ഈ സദ്യയ്ക്കുമെല്ലാം വലിയ ഐതിഹ്യപരമായ ചരിത്രപരമായ പ്രാധാന്യമൊക്കെയുണ്ട്. നേരത്തെ ചേര രാജവംശകാലത്ത് അന്ന് പെരുമാൾ 28 ദിവസത്തെ ഉത്സവമായിരുന്നു ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ആ 28 ദിവസവും ഇവിടെ ഇങ്ങോട്ട് എത്തുന്നവർക്ക് മുഴുവൻ അന്നദാനം ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അനുസ്മരണം എന്നോണമാണ് ഈ ഓണക്കാലത്ത് 10 ദിവസവും ഇവിടെ ഇത്തരത്തിൽ ഉത്സവം ഉള്ളത്. ഇതിൽ ഉത്രാട സദ്യ എല്ലാ ദിവസവും സദ്യ കൊടുക്കുന്നു എന്ന് അല്ലെങ്കിൽ സദ്യ നൽകുന്നു എന്ന് പറയുമ്പോൾ ആ സദ്യയുടെ ഒരു രുചി മാത്രമല്ല, വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ്. ഉത്രാട സദ്യയുടെ ഖ്യാതി കേരളമെമ്പാടുമുള്ളതാണ്. ആ ഒരു ഖ്യാതിക്കപ്പുറം ഇതിന് ആചാരപരമായ പ്രാധാന്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭക്തിപൂർവ്വമാണ് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. അതിനപ്പുറം ഇതിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുന്നവരും ഇതിൻ്റെ ചരിത്രാന്വേഷികളും എല്ലാം ഈ വാമന ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ഇന്നേ ദിവസം ഇങ്ങോട്ട് എത്തിച്ചേരാറുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.